കിട്ടുന്നില്ല. അത് മറിച്ചിടില്ല, ഇപ്പൊ കരിഞ്ഞിട്ട് ഉണങ്ങി പോവേ. ഒന്ന് മാറിയേ, ഇത് പിടി, ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഇത് മാറും. ഉപ്പിടാൻ പറഞ്ഞു നോക്കണേ. പ്രശ്നം മനസ്സിലായി, കുറച്ച് വെള്ളം കൂടി പോയതാണ്. എല്ലാ രാജ്യത്തിന്റെ ഭൂപടം എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. ഇത് കേരളമാണെന്ന് തോന്നുന്നു, നമ്മുടെ കൊച്ചു കേരളം. എൻ്റെ ഭാര്യ നല്ലൊരു കുക്കാണ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. ഹായ് ഗായ്സ്, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പം നമ്മൾ റഷ്യയിലൊക്കെ വന്നതിന് ശേഷം ആദ്യത്തെ ദിനങ്ങളാണ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അതായത് ഒരു 760 ഗ്രാം ചിക്കൻ, അതും പിന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ശിങ്കു നമുക്കിന്ന് എന്താ പരിപാടി ശിങ്കു? നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതല്ലേ? അതാണ് ദോശ. ഓക്കെ, അതായത് നിറപറ ദോശാപ്പൊടി. ഇത് വെച്ചിട്ട് റഷ്യയിൽ നമുക്ക് ദോശ ഉണ്ടാക്കാമെന്നാണ് ശിങ്കു പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇതാണ് സ്റ്റൗ. ഇതിൽ വെച്ചിട്ട് വേണം പ്രിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ അതിനുള്ള പ്ലാനിലാണ്. അതെന്താ, മുളക് പൊടിയോ? മുളക് പൊടിയാ? ഓഹോ, ശിങ്കു മുളക് പൊടിയൊക്കെ എടുക്കുന്നുണ്ട്. ചൂടുവെള്ളം കുറച്ച് നേരമായി തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചിക്കൻ എത്ര രൂപയായി? 300 329 അല്ലേ? 320, എനിക്ക് ഓർമ്മയുണ്ട്. ഇത് 329 രൂപയ്ക്ക് 760 ഗ്രാം ചിക്കനാണ് കിട്ടുക, എല്ലില്ലാത്തത്. നമ്മളെ നാട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. എന്നാലും UK, ലണ്ടൻ, രണ്ടൊന്നാണല്ലോ അല്ലേ, അമേരിക്ക ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട്. ഓക്കെ, ഇത് നമ്മൾ രാവിലെയൊക്കെ ചായ കുടിക്കാനുള്ള. ഓ മൈ ഗോഡ്, നമ്മളൊരു കാര്യം മറന്നു ശിങ്കു, നമ്മൾ കുടിവെള്ളം വാങ്ങിയില്ല. ഓ, തിളപ്പിക്കുന്നതിനാ? ഓക്കെ ഓക്കെ, എന്നാലും നമുക്ക് മേടിക്കായിരുന്നു 2 ലിറ്റർ. അപ്പം എന്നാ വാ, അപ്പോൾ ഇത് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് അപ്പാർട്ട്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്നറിയില്ല, നോക്കാം. കത്തി, ടൂൾസ്, സ്പൂണുണ്ട്, പിന്നെ ഫോർക്കുണ്ട്, കത്തിയുണ്ട്, അല്ലറ ചില്ലറ കൈൽസ് ഉണ്ട്, സ്പൂണുണ്ട്. അടുത്ത ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളുണ്ട്. ഞാൻ യാസീം വ്ളോഗ് കേട്ട് യാസീം വ്ളോഗ്സ് ഫാമിലി കുക്കിംഗ് ചാനലായാലോ, ഇതായിരിക്കും നല്ലത്. ഞങ്ങൾ കൊണ്ടുവന്ന ചക്ക വറുത്തത് ഇത്രയാക്കി. ഇതാണ് ഇവിടുത്തെ സിങ്ക് കേട്ടോ. ചൂടുവെള്ളം വരും, പച്ചവെള്ളവും എല്ലാ ടൈമിലും വരും. ഹലോ 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 മാഡം, ഏതെങ്കിലും ഒന്ന് പൊട്ടിച്ചാൽ പോരെ? ഇത് ചിക്കൻ മസാല, ഇത് എരിവിനാ. ചെറുതില്ല? ചെറുതില്ല, ഉണ്ട്. ഉമ്മ ഇങ്ങനത്തെ വാങ്ങിക്കുന്നു. ആണോ? ഇത്ര വലുതോ? ഉമ്മാനെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിലുണ്ട് ശിങ്കു, അതിലുണ്ട് കാശ്മീരി. അത് എരിവുണ്ടോ? എരി വേണ്ടപ്പോ തൽക്കാലത്തേക്ക്. ഇവിടെ പുകയ്ക്കാണ്, കുറച്ചിട്ടാ മതി. കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ എന്താ? എരിവില്ലാത്ത മുളക് പൊടി, കളർ. അത് മതി ഇപ്പോ തൽക്കാലത്തേക്ക്. ഓക്കെ, ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി ശിങ്കുന്. ഭർത്താവിനോട് ചൂടാവുന്നു ഗൈസ്. ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പാർട്ട്മെന്റ്. അപ്പം ഇന്ന് നമ്മൾ ദോശയും ചിക്കൻ വരട്ട പൊരിച്ചതോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പം ഇപ്പം രാത്രി 8 സംതിങ് സമയമായി. ഇപ്പോൾ പുറത്തെ കാലാവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ളായിട്ട് ഇരുടായിട്ടില്ല, ഇനി ഇരുടാവാൻ ടൈമുകളെടുക്കും. എട്ടരക്കും അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഉച്ചക്കൊക്കെ പോയിട്ട് ബർഗറൊക്കെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. പിന്നെ മാള്, നമ്മൾ ടൗണിൽ തന്നെ താമസം.
കണ്ട് ഇപ്പം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയാൽ അത്യാവശ്യം തണുപ്പ് വരും. സ്വന്തമായിട്ട് കൊണ്ടുണ്ടാകുന്നതാ. Guys, when your wife is busy with some other thing, we have to do it. നാട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഉമ്മ വെച്ചുണ്ടാക്കുന്നു, നമ്മൾ കഴിക്കുന്നു. എന്താണ് നിറവര അല്ല നിറവര ഇത് ഞാൻ കലക്കി അതില് കുറച്ച് 2-3 സ്പൂൺ നിറവര ദോശപ്പൊടി. ഇത് മറ്റേ കണ്ണാപ്പി പറഞ്ഞ പോലെ തന്നെ റഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഹലോ ഗായ്സ്, വൈഫ് ഇന്ന് കോളേജിൽ പോയിരിക്കുകയാണ്, ഇന്ന് നമ്മളെ പണി ദോശ മാവ് ദോശ ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ വ്ളോഗ്. ഓക്കെ ലെറ്റ്സ്. ഇനിയിപ്പം ഇതായി, ഇനി നമുക്ക് ചിക്കൻ എടുക്കണ്ടേ. എൻ്റെ വൈഫിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2K കിഡാണെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ അറിയാം, എല്ലാം കുക്ക് ചെയ്യും. കുക്കിംഗ് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് മറ്റേ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ട, എല്ലാം കുക്ക് ചെയ്യും അല്ലേ. ഓക്കെ കുക്ക് ചെയ്തു. നമ്മളൊരു സപ്പോർട്ടിന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഏറ്റില്ലേ. ഇതിന്റെ ലംസ് ഒക്കെ കളഞ്ഞോ? ലംസോ? ഒരു കട്ട ചിക്കൻ ഫുള്ള് വെക്കുന്നുണ്ടോ? കുറച്ച് വെക്കല്ലേ, ബാക്കി കുറച്ചിൽ വെക്കല്ലേ. വെള്ളം ആറ്റിയാണ് കേസ്. എനിക്ക് കുടിക്കാനോ? Now guys, we are preparing chicken piece to cut. എന്നെ കാണുന്നുണ്ടാവോ വീഡിയോയില്? കുറച്ച് തള്ളി നിന്നൂടെ? ഇവളാണ് ഇത്ര സൈസും ഉണ്ട്. ഇത്ര വലിയ പീസോ? ഇത്ര വലിയ പീസ് വേണ്ട, ചെറുതാകാം. ആ പീസിന്റെ വലിപ്പം ഇങ്ങോട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. ഇങ്ങോട്ട് കുറച്ചുകൂടി വാ. എന്താ കുഴപ്പം? ഇത്രയും വലിയ പീസ് അങ്ങനെ ഉണ്ടാക്കാലോ. 2-3 ആക്കിക്കോ. 2 ആക്കിയാ മതി. ഇവിടെ ചിക്കൻ ഉണ്ടാക്കിയാലോ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു പീസ് പോലും അവള് തരില്ല, എല്ലാം അവള് കഴിക്കും. ചിക്കൻ എന്ന് പറഞ്ഞാൽ ആക്രാന്തായ എന്ത് സാധനാണ്. എന്ത് സാധനം? ഉമ്മാനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ആരാണ് ചിക്കൻ കള്ളൻ. ആഹാ, നല്ല ഇറച്ചിട്ടോ ചിക്കൻ്റെ. ഇവിടെ ചിക്കൻ എന്താ പറയുക? കുറിച്ച. റഷ്യയിൽ വന്നിട്ട് കുറിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കിട്ടും. കത്തിക്കോ? നോഷ്. അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് കുറച്ച് റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിച്ചതാ. ഹായ് എന്നാ പറയാ? പ്രിവിയത്ത്. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയും. കറിക്ക് അറിയില്ലല്ലേ? ഞാൻ നല്ലൊരു ഭാര്യയാണ് എങ്ങനെ പറയാ? ഭർത്താവിന് എന്താ വിളിക്കുക? മൂഷ്. മൂഷ് എന്നെ വിളിക്കുക. റെസ്പെക്റ്റോട് കൂടി എങ്ങനെ വിളിക്കും? അങ്ങനെ റെസ്പെക്റ്റ് ഒന്നും വേണ്ട. ചിങ്കോന്റെ കയ്യിൽ കത്തിയാണുള്ളത്. ലാസ്റ്റ് ഇവിടെ മോശം എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ഈ പെണ്ണെ ഇക്കാന്നല്ല വിളിക്കല്. ഇവിടെ എങ്ങനെ വിളിക്കുക? പേരാണ് വിളിക്കല്ലേ? റെസ്പെക്റ്റോട് കൂടി എന്താ വിളിക്കുക? അതെങ്ങനെ എനിക്കറിയാം. ഇവിടെ ഏട്ടൻ എങ്ങനെ വിളിക്കുക? അങ്ങനെ വിളിക്കില്ല. ഏട്ടൻ അങ്ങനെയൊന്നും വിളിക്കില്ല. റെസ്പെക്റ്റ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് യു എന്ന് പറയണേ, വ് എന്ന് പറയും. ഇപ്പൊ ഒരു ഫ്രണ്ടിനോടാണ് സംസാരിക്കണെങ്കിൽ അടുത്തുള്ള സുഹൃത്ത് അങ്ങനെ സംസാരിക്കും. ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന കാണിച്ചത്. മാഗ്നേറ്റ് അല്ല, മാരിനേറ്റ്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് എനിക്കൊരു പണ്ട് മുതലുള്ളൊരു ഡൗട്ടാ. ഇതേ ചിക്കനാണ് നമ്മളെ ഇന്ത്യയിലുള്ളത്, കേരളത്തിലും. നമ്മളെ നാട്ടിൽ ഇത്ര വൃത്തിയാണില്ല. റഷ്യയിലും യൂറോപ്പിലൊക്കെ ചിക്കനൊക്കെ വൃത്തിയാക്കണം, അടുക്കളക്കൊക്കെ എന്തൊരു വൃത്തിയാ. അതെന്താ? അതല്ല, ഇതേ ചിക്കനല്ലേ നമ്മളെ നാട്ടിലും. പക്ഷെ ഇവിടെ നല്ല വൃത്തിയിലെല്ലാം വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. വൈ അതൊരു ക്ലീൻ ചെയ്തിട്ടാണ് പാക്ക് ചെയ്തിട്ട് വരുന്നത്. ഓ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ.
അങ്ങനല്ല, മൊത്തത്തിൽ എന്തൊരു ഈ കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലേ? അത് വീട് റിനോവേറ്റ് ചെയ്ത് എങ്ങനെയോ ഇവിടെ വെച്ചാലില്ലേ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാല് വലിയ വീട്, കുഞ്ഞടുക്കള, ചെറിയ ഇവിടെ വെച്ചാൽ കുഞ്ഞ് സ്പേസ് ആണ്. അപ്പം എന്ത് ചെയ്യും ആൾക്കാര് അവിടെ നന്നായിട്ട് പെരുമാറാൻ കുറെ സ്ഥലമുണ്ട്. അപ്പം കുന്നുപോലെ ഇങ്ങനെ പൊട്ടി കുറച്ച് സ്ഥലമുള്ള പൊട്ടിയിടാത്ത ശിങ്കു, ഇതാട്ടോ പൊട്ടിയിടാത്ത ശിങ്കു, എല്ലാവരും കാണണമെന്ന് പറഞ്ഞിരുന്നു. പൊട്ടിയിട ഇതാണ് കേട്ടോ എൻ്റെ ശരിക്കുള്ള ഭാര്യ, മറ്റേതൊക്കെ പൊട്ടി ഭാര്യ. എല്ലാവരും പൊട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇത് എന്താക്കുന്നു? ഓക്കെ ഗൈസ്, എൻ്റെ കണ്ണ് തെറ്റിച്ചപ്പോഴത്തേനും ഓളെല്ലാം ഉണ്ടാക്കി. അതായത് നമ്മൾ ഇതുപോലെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഈ വീട്ടുകാർ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവും, നമ്മളത് യൂസ് ചെയ്യാം അല്ലേ? ഉപ്പുണ്ട്, കർപ്പൂരമുണ്ട്, എല്ലാം ഉണ്ട്. അയ്യവാ ഇന്ന് മോനെ എല്ലാ ചിക്കൻ മൊത്തം പൊരിക്കുക ഇപ്പം തന്നെ. ഓ കൈ ഫ്രിഡ്ജ് ഉണ്ടോ? ദിസ് ഈസ് അവർ ഫ്രിഡ്ജ്. പെപ്സി ഉണ്ട്, മുന്തിരി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഈ മുളക് പൊടിയാ? ഇട്ടിട്ട് കൂടി പോവോ? മതി മതി മതി. ഹലോ, അടുത്ത കുറച്ച് കാലങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇവിടെ മുളക് പൊടി കിട്ടൂല റഷ്യയില്? ഓക്കെ, എരിവാണ് വേണ്ടത്. അപ്പം ഗൈസ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് ചട്ടി പൊട്ടിത്തെറിക്ക് വേഗം ഒയ്ക്കി. വാവ്, അങ്ങനെ ആദ്യമായി ശിങ്കു ജീവിതത്തിൽ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും ദോശ ഉണ്ടാക്കാം. ഇതാ വീഡിയോ കോളിൽ 2 പേര് ഇരിപ്പുണ്ട്. ഹലോ ഉമ്മ, മുഖം കാണിക്ക് ഫുള്ള്. റംല കപ്പിൾസ്. അവിടെ സമയം എന്തായി? 11:30. ഇവിടെ 8 ആയിട്ടേ ഉള്ളൂ. ഓ, ഭാവിന്റെ ഇടയിൽ പൊരേക്കൂടല. ഓക്കെ ഓക്കെ, ഈ ലൈറ്റോ? ആദ്യത്തെ ദോശ റഷ്യയിൽ വന്നതിന് ശേഷം ഒരു മിനിറ്റുമ്മ, റഷ്യയിൽ വന്നിട്ടും ശിങ്കുവിന്റെ ആദ്യത്തെ കുക്കിംഗ് ആണ്. എന്താവോ എന്തോ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഞാൻ കഴിക്കേണ്ടതല്ലേ? അതെ, ഇതൊക്കെ 10 മണിക്കൂർ വെക്കണം. ഇപ്പൊ വന്ന് ദോശ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടുന്നില്ല. അത് മറിച്ചിടില്ല, ഇപ്പൊ കരിഞ്ഞിട്ട് ഉണങ്ങി പോവേ. ഉള്ളത് മറിച്ചിട്, ഉള്ളത് മതി. ഉള്ളത് മതി, ഉള്ളത് പോലെ പിടി. ഇത് പിടി, നോക്കാനൊന്നുമില്ലമ്മ. ഇതിങ്ങനെ മുരിയണം. ഇത് നിറവ് എന്റെ ഒന്ന് മാറിയേ. ഇത് പിടി, ഇത് പിടിച്ചേ, ഇത് പിടിച്ചേ. ഇത് മാറും. എന്റെ ശിങ്കു മൊഴിയൊന്നും വേണ്ട. ഇത് മതി, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ തിന്നാ മതി. ഒരു പാത്രം തട്ട്. എന്തായാലും ഫുഡ് കുഴച്ച് തിന്നാനുള്ളതല്ലേ. എണ്ണ ഒഴിച്ചിട്ടാണ് വേഗം ഒഴിക്കാത്ത ദോശയ്ക്ക്. ഒരു മിനിറ്റ് വല്ലാതെ ഇങ്ങനെയല്ല കേട്ടോ. എന്തൊരു മനുഷ്യന്മാര് യൂട്ടൊന്നുണ്ടാവുള്ള ദോശയില്. ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പ് ചിക്കനിലില്ലേ? നിങ്ങൾ ഞാൻ ദോശക്കല്ലേ? ഇല്ല.
എൻ്റെ ഭാര്യ നല്ലൊരു കുക്കാണ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അല്ല സീരിയസ് ആയിട്ട് നല്ല കുക്കാണ്. അല്ല ഇതെന്തോ പറ്റിപ്പോയതാ, എവിടെയോ ഒരു മിസ്റ്റേക്കില്. ഞാൻ അടുക്കളയ്ക്ക് വരുന്നില്ല, യൂത്ത് ആയിരിക്കണം. ഓക്കെ, പ്രശ്നം മനസ്സിലായി. കുറച്ച് വെള്ളം കൂടി പോയതാണ്, വെള്ളം കുറയ്ക്കുന്നുണ്ട്. ഇത് 2 ദോശയാണ് കേട്ടോ, ഒരു ദോശയല്ല, ഇത് 2 ദോശയാണ്. ഇപ്പൊ വെള്ളം വീണ്ടും ഒഴിക്കേണ്ടി വരുമോ? എന്തെങ്കിലുമൊക്കെ തീരുമാനമാവും ഇപ്പോൾ. അപ്പോൾ നമ്മളെ വണ്ടർഫുൾ ദോശ ആയിട്ടുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ ഭൂപടം എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. ഇത് കേരളമാണെന്ന് തോന്നുന്നു, നമ്മളെ കൊച്ചു കേരളം. ഇത് ഗുജറാത്ത് പോലെയുണ്ട്. ആരും പുച്ഛിച്ചില്ല. ഇനിയാണ് നമ്മളെ ചിക്കൻ പൊരി. വാവ്, ചിക്കൻ പൊരിക്കുന്നു. ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഗൈസ്. എണ്ണ അത്ര മതിയോ? ഇത് പുച്ഛിച്ചല്ല കേട്ടോ, നീ അങ്ങനെ കരുതരുതേ. ദിസ് ഈസ് ലൈക്ക് ഫൺ കോമഡി. ആണോ? നാളെ രാവിലെ വേറെ ദോശ ഉണ്ട്. ഓക്കെ, എന്നാ ദോശ പൊരിച്ചിട്ട് പറയട്ടോ. അല്ല സോറി, ചിക്കൻ പൊരിച്ചിട്ട് പറയട്ടോ. അപ്പൊ ഗൈസ്, സോ റഷ്യയിൽ വന്നതിന് ശേഷം ഷിങ്കു ആദ്യമായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണ്. ദോശയുണ്ട്, ആൻഡ് ചിക്കൻ പൊരിച്ചതുണ്ട്. പ്ലേറ്റ് വേണോ? നമുക്ക് ഇതിലിങ്ങനെ കഴിച്ചാൽ പോലെ. വേണ്ട, ഒറ്റ പ്ലേറ്റ് ഇത് തന്നെ മതി. പെപ്സി എടുത്ത് ഇപ്പൊ അവിടെ കുടിച്ചു വെച്ച് പെപ്സി ആരാ കുടിച്ചത്? ദോശ കുപ്പി മാറ്റി വെച്ചോ, വീഡിയോയില് പിന്നെ ഞാൻ എടുക്കാനുണ്ട്. ഒന്നും പറ്റിയില്ല. സോ എന്റെ ഭാര്യ ഉണ്ടാക്കിയ ആദ്യത്തെ ഫുഡ്, റഷ്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ദോശ. ഇവിടെ ഒന്നും കിട്ടില്ല, നന്നായിട്ടുണ്ട്. 3 പീസ് ചിക്കൻ നിങ്ങൾക്കാ? അല്ല, ഇത് 2 കൂടിയുള്ള പ്ലേറ്റാ. ഇത് കഴിച്ച് തീർത്തിട്ട് തൊടാം, രാവിലെ കഴിക്കാലോ. ദോശമാവിൽ ഉപ്പിടാൻ മറന്നു. വേറെ ഒരു കുഴപ്പമില്ല, ചിക്കൻ പൊരിച്ചത് സൂപ്പർ. എന്റെ ഭാര്യക്ക് വാരി കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ഇനി വേറെ ആരും വരില്ല. ശിങ്കുവിന് ഞാനും, എനിക്ക് ശിങ്കു ഉള്ളൂ. അപ്പം നമ്മളെ ഫസ്റ്റ് സക്സസ്ഫുൾ കിച്ചൺ കറി. സീരിയസ്ലി ഞാൻ പറയാം, ശിങ്കു ഉണ്ടാക്കുന്നതിൻ്റെ 7 അയലത്തോട്ട് വന്നിട്ടില്ല. ശിങ്കു ഇങ്ങനെ നല്ല ബെസ്റ്റ് കുക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ശിങ്കു ഉണ്ടാക്കിയ ബിരിയാണി എല്ലാം കഴിച്ച ആളെന്നുള്ള രീതിയിൽ പറയാം.
അപ്പം ഞങ്ങളത് ഫിനിഷ് ആക്കട്ടെ. അപ്പം ആദ്യത്തെ വീഡിയോ അടുക്കള കയറി കുക്കിംഗ് തുടങ്ങിയ ആദ്യത്തെ വീഡിയോ നമ്മളോട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ അപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മളെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയതിന് ശേഷം വേണം നമ്മൾ കിച്ചണും ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ 2 BHK റൂം എടുക്കാൻ നോക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും കൃഷിക്ക് വരികയാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നമ്മളിവിടെ താമസിക്കാം. ആര് വരികയാണെങ്കിലും ആരും വരില്ലേ പൊട്ട സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഭയങ്കര തണുപ്പാണ്, -37 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. ഇപ്പം നമ്മൾ ഊട്ടിയിലെ തണുപ്പാണ് വേനൽക്കാലത്ത്. തണുപ്പ് ഒരു മാസം കൂടി കഴിഞ്ഞു. ഇവിടെ ഒക്ടോബർ ആകുമ്പോഴത്തേനും മഞ്ഞ് വീഴാൻ തുടങ്ങും അല്ലേ? വേറെ എവിടെയും ഒക്ടോബറിലൊന്നും മഞ്ഞ് വീഴില്ല, ഡിസംബറിൽ നവംബർ ലാസ്റ്റൊക്കെ മഞ്ഞ് വീഴുക. അപ്പം ബൈ ബൈ.